ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ തയ്ച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ വചനമൊക്കെ വെച്ചിട്ട് കേൾക്കിട്ടൊക്കെ ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന തകർച്ചകളെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ മനസ്സ് സ്ട്രോങ് ആക്കി വെക്കുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഞാനാകെ ബോറായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ മുടിയൊക്കെ നയിച്ചിടാം, ഇച്ചിരി ലിപ്സ്റ്റിക്ക് ഇടാം, അങ്ങനെ. അപ്പോൾ കൊള്ളാം, ഓക്കെ. അപ്പോൾ ഞാനിരിക്കുന്ന ആ ഒരു പ്ലേസ് തന്നെ ഇരുന്ന് ഞാനപ്പോൾ എടുത്ത് എനിക്കൊരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും വേണ്ട, വെറുതെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കുള്ള നല്ല നല്ല ചിന്തകൾ നമുക്കിങ്ങനെ കയറി വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ നല്ല നല്ല ചിന്തകൾ കയറി വരുന്നത് നമ്മുടെ മനസ്സെപ്പോഴും നല്ലതായിട്ട് നമ്മൾ വെക്കുമ്പോഴാണ്. കാരണം നല്ലതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നമുക്ക് നല്ല നല്ല മെസ്സേജസ് നമുക്ക് മനസ്സിലേക്ക് കയറി വരും. ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് കയറി വരുന്ന ഒരു കാര്യം, അതായത് നമ്മൾ പ്രാർത്ഥനയിലാണ്, അല്ലെങ്കിൽ നമ്മളൊരു ദൈവികമായിട്ടുള്ള ഒരു, ഞാൻ പറയുന്നത് നമ്മുടെ ചുറ്റും ഒരു ഓറയുണ്ട്, ഒരു വലയുണ്ട്. ആ ഒരു വലയത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും പവറായിട്ട് കിട്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് കിട്ടുന്ന നെഗറ്റീവുകളെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വിഷമങ്ങളെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് നമുക്ക് ഏൽക്കില്ല, ശരീരത്തിലേക്ക് ഏൽക്കില്ല. അതാണ് ഈ മെഡിറ്റേഷനും പ്രാർത്ഥനയും. നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കേണ്ട. നമ്മൾ ഈ ഒരു വഴിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ, ഡെഫിനറ്റ് ആയിട്ടും വരുള്ളൂ. നമുക്ക് മോശം ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മളെപ്പറ്റി തന്നെ മോശമായിട്ട് എന്താ പറയുക വിഷമങ്ങളത്തോട് ചിന്തിക്കാനോ മറ്റുള്ളവരെ കുറിച്ച് വിഷമത്തോട് ചിന്തിക്കാനോ ഒന്നും നമുക്ക് തോന്നില്ല. അത് എന്നിലുള്ളൊരു മാറ്റമാണ്. അതാണ് നമ്മളിലുള്ളൊരു മാറ്റം. അത് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കാം. നമുക്ക് എന്ത് മാറ്റമാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ നമ്മൾ എഴുതി വെച്ച് സംസാരിക്കുക, എഴുതി വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു തീമിലേക്ക് വന്നപ്പോൾ ഇത് 1 മാസം 2 മാസം കൊണ്ട് ആവുന്ന കാര്യമല്ല. ഇത് ഒരു പർട്ടിക്കുലർ ഡേയ്സസ് അല്ലെങ്കിൽ മന്ത്, ഒരു മാസങ്ങൾ നമ്മളിങ്ങനെ ഇതിലേക്ക് തന്നെ ആലോചിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സംഭവിക്കുന്ന ഒരു കൺവെർട്ടേഷനാണ്, ഒരു മാറ്റമാണ് നമുക്കത്. നമ്മൾ ഓട്ടോമാറ്റിക് അങ്ങനെ മാറിപ്പോവും. എനിക്ക് വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറേ ദുഃഖങ്ങളുണ്ടല്ലേ. പണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ദുഃഖം വരുമ്പോഴും ചെറിയൊരു വിഷമം വരുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും. നമുക്ക് സങ്കടം അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. ഇതങ്ങനെ എന്തൊരു കഷ്ടമാണ് ദൈവമേ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു സങ്കടം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കും. നമുക്ക് ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ആ ഒരു ദുഃഖം അത് ഒട്ടും ഏൽക്കണില്ല, അത് മനസ്സിൽ നിൽക്കുന്നില്ല, ആ ഒരു ദുഃഖമായിട്ട് നിൽക്കുന്നില്ല. അത് നമ്മൾ ദൈവത്തിലേക്ക് കൺവേർട്ട് ചെയ്യണേ. ദൈവത്തിനെ അറിയാലോ. അത് ദൈവമാണെങ്കിൽ ആ ഒരു ശക്തി, ആ ഒരു പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ശക്തി, ആ ഒരു ഓറ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാനാണ് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തിലേക്ക് ഏർപ്പെടുമ്പോൾ, നമ്മളൊരു സംരംഭത്തിലേക്ക് ചെല്ലുമ്പോൾ, നമ്മൾ ബിസിനസ് തുടങ്ങാനായിട്ടാണെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ ബിസിനസ് തുടങ്ങാം, ഒരു 2 ലക്ഷം രൂപ കൊടുത്ത് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് ആദ്യം ചിന്തിക്കുന്നത്, അല്ലേ? അതങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് തുടങ്ങുന്നതിന് മുന്നേ ചിന്തിക്കുന്നത് ഇത് ഇത്രയും വലിയ സംഭവമാകും. നമ്മൾ ദിവാസ്വപ്നം കാണും, രക്ഷപ്പെട്ട് ഞാനൊരു കാറ് മേടിച്ചു, അങ്ങനെ അല്ലേ ചിന്തിക്കില്ലേ? നമ്മൾ തിരിച്ചു ചിന്തിച്ചിട്ടുണ്ടോ? തകർന്നാൽ എന്ത് ചെയ്യും? ഇൻ കേസ് നമ്മൾ ഉദ്ദേശിച്ച പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷൻ ആയിരിക്കും എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കത് ചിന്തിക്കാൻ ഇഷ്ടമല്ല. ഞാൻ അങ്ങനെയായിരുന്നു, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. കാരണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വേണ്ട പിന്നെ അങ്ങനെ സംഭവിച്ചാലാ, അല്ലേ? നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ സംഭവിച്ചാലാ. നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് തന്നെ ഒരു ദിവസത്തിലെ മുഴുവനും നമ്മൾ അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കത് സംഭവിക്കുന്നത്. നമ്മൾ ഏത് സംരംഭത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും നമ്മുടെ എക്സ്ട്രീം അന്ത്യം നമ്മൾ കണ്ടിരിക്കണം.
ഞാൻ ആ പണ്ട് ഇത് കാണൂല, എനിക്ക് പേടിയാണ്. ഞാൻ എന്ത് ചിന്തിച്ചാലും അതുപോലെ തന്നെ സംഭവിക്കും, അതുപോലെ തന്നെ വരും. വേണ്ട വേണ്ട, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല, എനിക്ക് വേണ്ടെങ്കിൽ നെഗറ്റീവ് വേണ്ട. പക്ഷേ നമ്മൾ ഈ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എക്സ്ട്രീം ചിന്തിക്കാനുള്ള ധൈര്യം കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അത് നമുക്ക് വളരെ റിലാക്സ് ആയിട്ടുള്ള മൈൻഡോട് കൂടി നമ്മൾ ചിന്തിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി, ഞാൻ എന്ത് ചെയ്തത് എങ്ങനെ കൺവേർട്ട് ചെയ്യണം, ഞാനിതിനെ എങ്ങനെ പോസിബിളാക്കി എടുക്കണം, ഞാൻ എങ്ങനെയാണ് ഇതിനെങ്ങനെ ഞാൻ തരണം ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു ഉത്തരം ദൈവം നമുക്ക് തരും. അപ്പം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഞാനിതിനിറങ്ങിയാലും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ ഓക്കെയാണ്. നമ്മൾ ആ ബിസിനസ്സിൽ വിജയിച്ചാൽ നമ്മൾ അപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ച് കൂട്ടിയത്, ഒന്നും സംഭവിച്ചില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ചിന്തിച്ചതൊരു അസറ്റാണ്. കാരണം നമുക്ക് അതിനുള്ള ഉത്തരം ദൈവം തന്നു കഴിഞ്ഞ്. ഇനി ഒരു ഡൗൺ ആയാൽ പോലും നമുക്ക് ഈ ഒരു ചിന്ത ഉള്ളത് കൊണ്ടും നമ്മളിതിനെ പ്രിപ്പയർ ആയതുകൊണ്ടും നമുക്ക് ഭയങ്കര ഒരു മെൻ്റൽ ഹെൽത്തും നമുക്ക് സംഭവിക്കും. നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടായിരിക്കും, മറ്റുള്ളവർ സംസാരിക്കാനും പിടിച്ചു നിൽക്കാനുമുള്ളൊരു കരുത്ത് നമുക്കുണ്ടാവും. നമ്മളെപ്പോഴും പോസിറ്റീവ് മാത്രം. പക്ഷെ നമ്മളൊരു കാര്യം നമ്മുടെ മനസ്സിലുള്ളത്, ഈ നെഗറ്റീവ് എന്നുള്ള ഇതിൻ്റെ രണ്ട് വശമുണ്ട്, നല്ല വശം ചീത്ത വശം. ഈ ചീത്ത വശം എന്ന് പറഞ്ഞാൽ തകർച്ച. ആ തകർച്ചയെ എന്നും മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ടിരിക്കരുത്. അതൊക്കെ അത് വന്നാൽ ഇങ്ങനെ അതവിടെ മാറ്റി വെക്കുക. നമുക്ക് വേണ്ടത് അതല്ല. ഇൻ കേസ് വന്നാൽ നമ്മൾ അതെടുക്കുക, അതവിടെ ഇരുന്നോട്ടെ, നമുക്കതിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കൊരു സൊല്യൂഷൻ ദൈവം തന്നു കഴിഞ്ഞിരിക്കുന്നു, അതവിടെ ഇരുന്നോട്ടെ. ബട്ട് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഉയർച്ചയെ പറ്റിയും നമ്മുടെ ബിസിനസ് ഡെവലപ്മെൻറ്റിനെ പറ്റിയും നമ്മുടെ സാലറി എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ പറ്റിയും. ഇൻ കേസ് സാലറി കുറച്ച് കുറഞ്ഞു പോയാൽ ആ കുറവ് നമ്മൾ എങ്ങനെ നികത്തണം ചെയ്യും എന്നൊക്കെയാണ്. നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനത്തെ മോശമായിരിക്കുമോ അനുകൂലമായിരിക്കുമോ, നമ്മളുടെ ജീവിത രീതി എങ്ങനെയായിരിക്കും. നമ്മൾ ഏറ്റവും എക്സ്ട്രീമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എല്ലാം ബോണസാണ്. നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് സന്തോഷമായിരിക്കും. എനിക്ക് കൂടുതൽ കിട്ടിയല്ലോ, കാരണം ഞാൻ ചിന്തിച്ചത് ഇത്രയാണ്, എനിക്ക് ദൈവം തന്നത് ഇത്രയാണ്. അപ്പോൾ എൻ്റെ ദൈവം തന്ന ഇത്ര, ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നതാണ്. എൻ്റെ ദൈവം എനിക്ക് എല്ലാം തന്നു. 1000 നന്ദികൾ ദൈവത്തിന് സമർപ്പിക്കുക. എന്ത് പറഞ്ഞാലും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടേയിരിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് ഈ നന്ദിയാണ്, ഗ്രാറ്റിറ്റ്യൂഡാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് തരുന്ന കുഞ്ഞു 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 നന്മകൾ മുതൽ വലിയ നന്മകൾക്ക് വരെ ദൈവത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ ദൈവം ഇടവരുത്തും. ഓരോ കാര്യങ്ങൾക്കും ദൈവം സ്വരുക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ടെൻഷൻ അടിക്കാതെ ഈസി ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് എല്ലാ കാര്യം അങ്ങനെ വേണം. ഈസി ആൻഡ് എഫോർട്ട്ലെസ്. നമ്മുടെ ജോലി ഭാരം അതൊരു ഭാരമായിട്ട് കണക്കാക്കാതെ ഈസി ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് നമ്മുടെ ജീവിതം നമുക്ക് സ്വരുക്കൂട്ടാൻ നമുക്ക് സാധിക്കും. എല്ലാവരും മെഡിറ്റേഷൻ, പ്രാർത്ഥന, എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. എപ്പോഴും നമ്മുടെ മൈൻഡ് എപ്പോഴും റിലാക്സ് ആക്കി വെക്കുക, സമാധാനത്തോടെ ആക്കി വെക്കുക. ഏത് സാഹചര്യങ്ങളും നമ്മൾ തരണം ചെയ്യും. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എൻ്റെ ശക്തി എൻ്റെ കൂടെ ഉണ്ട് എന്ന്, എനിക്ക് നേർവഴി കാട്ടാൻ എൻ്റെ ശക്തി ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എന്നും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സക്സസ് ആകും ഷുവറായിട്ടും. ഒരു തകർച്ച വന്നാൽ പോലും നമുക്കതിനെ പിടിച്ച് ഉയർത്താൻ നമുക്ക് സാധിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.